വി മുരളീധരൻ ലോ അക്കാദമി സമരപ്പന്തൽ വിടുന്ന ദൃശ്യം വൈറലാകുന്നു. ഫേസ്ബുക്കിൽ നിരവധി പേരാണ് ദൃശ്യം ഷെയർ ചെയ്യുന്നത്. സമരത്തിനിടെ കാറിൽ കയറി പോകുന്ന രീതിയിലാണ് ദൃശ്യം പ്രചരിക്കുന്നത്. ദൃശ്യം എന്നത് എന്ന് പകർത്തിയതാണെന്ന് വ്യക്തമല്ല. രാത്രിയിൽ സമരപ്പന്തലിൽ നിന്ന് കാറിൽ കയറുന്നതാണ് ദൃശ്യം. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സജേഷ് തത്സമയം ചേരുകയാണ്. സജേഷ്, ഈ ദൃശ്യങ്ങളുടെ ഇപ്പോൾ പുറത്ത് പ്രചരിക്കുന്ന ദൃശ്യങ്ങളുടെ നിജസ്ഥിതി എന്താണ്? ജോർജറ്റ്, പേരൂർക്കട ലോ അക്കാഡമിക്ക് മുന്നിൽ കഴിഞ്ഞ 8 ദിവസമായി BJPയുടെ നേതാവ് വി മുരളീധരൻ ഉപവാസ സമരത്തിലായിരുന്നു. ഈ 8 ദിവസത്തിനിടയിൽ ഏതോ ഒരു ദിവസം പകർത്തിയ ചിത്രമാണ്. ഏത് ദിവസമാണെന്നത് വ്യക്തമല്ല. രാത്രിയിൽ വി മുരളീധരൻ ഒരു ഇന്നോവ കാറിലേക്ക് ബാഗും തൂക്കി കയറുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ്. ഇത് വി മുരളീധരൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നതാണെന്നാണ് CPM അനുകൂലികൾ ഈ ദൃശ്യത്തിന് താഴെ കമന്റ് ഇട്ടിരിക്കുന്നത്. CPM അനുകൂലികൾ ആ രീതിയിലാണ് ഇക്കാര്യം പറയുകയും ചെയ്യുന്നത്. അതേസമയം പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് വി മുരളീധരൻ പോകുന്നതെന്ന് BJP നേതാക്കളും പറയുന്നു. K സുരേന്ദ്രൻ ഇക്കാര്യം കാണിച്ച് കമന്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. ശൗചകൃത്യങ്ങൾക്ക് വേണ്ടിയാണ് വി മുരളീധരൻ പുറത്തേക്ക് പോയെന്നാണ് K സുരേന്ദ്രൻ കമന്റ് ഇട്ടിട്ടുള്ളത്. ഈ കഴിഞ്ഞ 8 ദിവസങ്ങൾക്കിടയിലുള്ള ഒരു ചിത്രമാണ്. എന്നെടുത്താണെന്ന് വ്യക്തമല്ല. സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വൈറലായി ഈ ചിത്രം മാറുകയുമാണ്. ജോർജറ്റ്, സജേഷ്, വിദ്യാർത്ഥി സമരം ഹൈജാക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന ആക്ഷേപം ശക്തമായി നിലനിൽക്കുകയാണ് വി മുരളീധരൻ സമരം ആരംഭിച്ചത്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ദൃശ്യം കൂടി പുറത്തു വരുന്നത്. സമരത്തിൽ വെള്ളം ചേർക്കുന്ന ഒരു സ്ഥിതിയാണോ ഇപ്പോൾ? എങ്ങനെയാണ് ഇതിനെ നിരീക്ഷിക്കാനാവുക? കാരണം പ്രാഥമിക ആവശ്യങ്ങളൊന്നും നിഷേധിക്കാൻ അവകാശമില്ല എങ്കിൽ പോലും രാത്രിയുടെ മറവിൽ മണിക്കൂറുകളോളം ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായാൽ സമരത്തിൽ വെള്ളം ചേർക്കുന്നു എന്ന് തന്നെ കരുതേണ്ടതില്ലേ? ജോർജറ്റ്, ഇക്കാര്യത്തിൽ പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വി മുരളീധരൻ ബാഗ് തൂക്കി ഇന്നോവ കാറിലേക്ക് പോകുന്നു. അത് രാത്രി ദൃശ്യങ്ങളുമാണ്. ഇതിനപ്പുറത്തേക്ക് വി മുരളീധരൻ എന്തിനു പോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. ഇക്കാര്യത്തിൽ വലിയ പ്രത്യാരോപണങ്ങൾ CPM അനുകൂലികളും BJP അനുകൂലികളും തമ്മിൽ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നു. അത് വളരെ വൈറലായി തന്നെ നടക്കുന്നുമുണ്ട്. CPM അനുകൂലികൾ ഇക്കാര്യത്തിൽ പറയുന്നത് 8 ദിവസത്തെ ഉപവാസ സമരത്തിന് ശേഷവും വി മുരളീധരന് ഒരു തരത്തിലുള്ള ക്ഷീണവും ഉണ്ടായിരുന്നില്ല. ആശുപത്രിയിലേക്ക് മാറ്റേണ്ട കാര്യം പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ആഹാരം കഴിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായാണ് രാത്രിയിൽ പതിവായി പുറത്തു പോയിരുന്നത് എന്നാണ്. അതേസമയം BJP അനുകൂലികൾ പ്രാഥമിക കൃത്യങ്ങൾക്കായാണ് രാത്രിയിൽ വി മുരളീധരൻ പുറത്തു പോയതെന്ന് വിശദീകരിക്കുന്നു. ജോർജറ്റ്, ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ ഇക്കാര്യത്തിൽ BJPയുടെ ഭാഗത്തു നിന്നോ വി മുരളീധരന്റെ ഭാഗത്തു നിന്നോ? ഇക്കാര്യത്തിൽ BJP നേതാവായിട്ടുള്ള K സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഫേസ്ബുക്കിൽ കമന്റ് വന്നിട്ടുണ്ട്. ആ കമന്റ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് വി മുരളീധരൻ പുറത്തേക്ക് പോകുന്നത്, അതിനെ പ്രചാരണമാക്കി മാറ്റുന്നത് ശരിയല്ല. ശൗചകൃത്യങ്ങൾക്കായി വി മുരളീധരൻ പുറത്തു പോയതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നുവെന്ന കമന്റാണ് K സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒട്ടേറെ CPM അനുകൂലികളുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഫേസ്ബുക്കിൽ കമന്റ് ഉണ്ടായിട്ടുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ വി മുരളീധരന്റെ ശാരീരിക സ്ഥിതിയെ കൂടി സൂചിപ്പിക്കുന്നതാണ്. 8 ദിവസം ഉപവാസ സമരത്തിന് ശേഷവും യാതൊരു തരത്തിലും ക്ഷീണവും ഇല്ല. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഈ രാത്രിയിൽ പോകുന്നത്, ഇന്നോവ കാറിൽ കയറുന്നത്? ഉപവാസ സമരം ഇരിക്കുന്നവർ രാത്രിയിൽ അങ്ങനെ വാഹനത്തിൽ പുറത്തു പോകുന്നത് പതിവായ രീതിയല്ല എന്ന് കാണിച്ചുകൊണ്ടാണ് അത്തരം കമന്റുകൾ വന്നിട്ടുള്ളത്. ജോർജറ്റ്, നന്ദി സജേഷ്. ഇപ്പോൾ DYFI അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി MP രാജേഷ് MP വാർത്താ സമ്മേളനം നടത്തുന്നു. പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റ് കുൽദീപ് സിംഗ്, JNUവിലെ വൈസ് പ്രസിഡന്റ് അമൽ, ഇവരുടെ എല്ലാം സാന്നിധ്യം ഉദ്ഘാടന സമ്മേളനത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത, ഇങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പോരാട്ടങ്ങളുടെ ദേശീയ ശ്രദ്ധയാകർഷിച്ച നേതാക്കളെല്ലാം ഒരുമിച്ച് അണിനിരന്നു എന്നതാണ്. ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അതൊരു വലിയ സന്ദേശമാണ് നൽകുന്നത്. ബസ്വാഡ വിൽസൺ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇതിന്റെ സന്ദേശം. ഇനി മുതൽ ലാൽസലാം ഒറ്റയ്ക്കല്ല, ലാൽസലാമും നീൽസലാമും ഒരുമിച്ചാണ് ഇന്ത്യയിൽ ഉയരാൻ പോകുന്നത് എന്ന സന്ദേശം, അതാണ് ഉദ്ഘാടന സമ്മേളനം നൽകിയത്. വർഗീയതയ്ക്കെതിരെ, ജാതി വിവേചനത്തിനെതിരെ, ലിംഗവിവേചനത്തിനെതിരെ, സാമൂഹിക നീതിക്ക് വേണ്ടി ഉള്ള സമരനായകർ ഒരുമിച്ച് ചേർന്നത് ഈ
ഒരു വിശാലമായ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സഹായകരമായിരിക്കും. ഞങ്ങളുടെ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശവും അതുതന്നെയാണ്. ഡിവൈഎഫ്ഐ ഒറ്റയ്ക്ക് മാത്രം നിൽക്കുക എന്നുള്ളതല്ല, വിശാലമായൊരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം, പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള. അതിൽ ഇപ്പോൾ തന്നെ ആ ലക്ഷ്യം ഉദ്ഘാടന സമ്മേളനത്തോട് കൂടി തന്നെ വലിയൊരളവോളം കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ. ഇനി 4-ാം തീയതി രാധിക വെമുലയെയും ഗോപാൽ ഗുരുവിനെയും പോലുള്ള ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ 10ാം അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഫോക്കസ് വളരെ വ്യക്തമാണ് എന്നർത്ഥം. എന്തിനാണോ ഊന്നൽ നൽകിയത് ആ ലക്ഷ്യം ഇപ്പോൾ തന്നെ വലിയൊരളവോളം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങൾക്കും പോരാട്ടങ്ങൾക്കുമുള്ള ഒരു അംഗീകാരമാണ്. ഈ കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷമുള്ള കാലയളവിൽ രാജ്യമാകെ ഉയർന്നു വന്ന എല്ലാ ചെറുത്തുനിൽപ്പുകളിലും ഡിവൈഎഫ്ഐ വഹിച്ച പങ്കാളിത്തത്തിനുള്ള അംഗീകാരം കൂടിയാണ് ഇവരെല്ലാം വന്നത്. അത് അവിടെ പ്രസംഗിച്ച പലരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇപ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സമരത്തിലായാലും ചെന്നൈ IIT-യിലെ സമരത്തിലായിരുന്നാലും JNU-വിലും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലും മാനുവൽ സ്കാവഞ്ചിങ്ങിനെതിരായിട്ടുള്ള പോരാട്ടത്തിലുമെല്ലാം വളരെ പ്രധാനപ്പെട്ട പങ്കാണ് ഡിവൈഎഫ്ഐ വഹിച്ചിട്ടുള്ളത്. സദാചാര കൊലകൾക്കെതിരെ, ദുരഭിമാന ഹത്യകൾക്കെതിരെ ഒക്കെ. ഈ എന്നോടൊപ്പമുള്ള ദിനേശ് ശിവാസ് ഹരിയാനയിലെ ഡിവൈഎഫ്ഐ നേതാവാണ്. ഏറ്റവും കൂടുതൽ ദുരഭിമാന ഹത്യകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഹരിയാന. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ ചെറുത്തുനിൽപ്പാണ് അതിനെതിരായിട്ട് അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സമരങ്ങളിലെല്ലാം ഡിവൈഎഫ്ഐ വഹിച്ച പങ്കാളിത്തത്തിനുള്ള അംഗീകാരം കൂടിയായി ഉദ്ഘാടന സമ്മേളനം മാറി. ഇപ്പോ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ജനറൽ സെക്രട്ടറി രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അതിൻ്റെ റിപ്പോർട്ടിന്റെ അവതരണം പൂർത്തിയാവും. റിപ്പോർട്ട് ഡിവൈഎഫ്ഐയുടെ ഇടക്കാലത്തുണ്ടായ ഒരു തിരിച്ചടി അതിജീവിക്കുന്നതിൻ്റെ വിവരങ്ങളും കണക്കുകളുമാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇടക്കാലത്ത് ഡിവൈഎഫ്ഐക്ക് മെമ്പർഷിപ്പിൽ കുറവുണ്ടായിട്ടുണ്ട്. പൊതുവിലൊരു തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. പൊതുവിൽ നമ്മുടെ രാജ്യത്ത് പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടുള്ള ഒരു ക്ഷീണം ഡിവൈഎഫ്ഐയെയും ബാധിച്ചിരുന്നു. എന്നാൽ ഈ സമരങ്ങൾ, ചെറുത്തുനിൽപ്പുകൾ, ഇതെല്ലാം വഴി അതിനെ ഇപ്പോൾ മറികടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും സജീവമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് വരികയാണ്, ഉയർന്നു വരികയാണ്. ഇപ്പോൾ മെമ്പർഷിപ്പിൽ ഈ കഴിഞ്ഞ വർഷമുണ്ടായ വർധനവ് തന്നെ അതിൻ്റെ ഒരു സൂചനയാണ്. 2,05,309 മെമ്പർഷിപ്പ് ഈ കാലയളവിൽ കൂടി എന്നത് ഇന്നത്തെ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രവണത റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ, അതും പലതും ഡിവൈഎഫ്ഐ താരതമ്യേന ദുർബലമായ സംസ്ഥാനങ്ങളാണ്, മെമ്പർഷിപ്പ് വർധനവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കാലയളവിൽ. ബീഹാർ, ആസാം, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ജാർഖണ്ഡ്, കർണാടക, കേരളം സ്വാഭാവികമായിട്ടും വർദ്ധിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ത്രിപുരയും വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും വലിയൊരു ഇടിവ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിൽ ആ പ്രവണത അവസാനിച്ചിരിക്കുന്നു. വീണ്ടും മെമ്പർഷിപ്പ് വർദ്ധിച്ചു തുടങ്ങി. പശ്ചിമ ബംഗാളിൽ ഏതാണ്ട് 1.5 ലക്ഷത്തോളം മെമ്പർഷിപ്പ് ബംഗാളിൽ തന്നെ വർദ്ധിക്കുകയുണ്ടായി. അതൊരു പ്രധാനപ്പെട്ട മാറ്റമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. വലിയ ആക്രമണത്തെ നേരിട്ടുകൊണ്ടാണ് ബംഗാളിലെ ഡിവൈഎഫ്ഐ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകം ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടു. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ഗുരുതരമായിട്ട് ആക്രമിക്കപ്പെട്ട് ദിവസങ്ങളോളം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. ആ അങ്ങേയറ്റത്തെ പ്രതികൂല സാഹചര്യങ്ങളിലും ഡിവൈഎഫ്ഐ പ്രവർത്തനം നടത്തുക തന്നെ ദുഷ്കരമാണ്. ബംഗാളിലെ ഗ്രാമങ്ങളിൽ മെമ്പർഷിപ്പ് ചേർക്കാൻ പരസ്യമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതെല്ലാം ഉണ്ടായിട്ടും മെമ്പർഷിപ്പിൽ വർധനവുണ്ടായി എന്നത് വളരെ ക്രിയാത്മകമായിട്ടുള്ളൊരു മാറ്റമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്.
ഇതിലെ ഇത്രയും സംസ്ഥാനങ്ങളിൽ ഉണ്ടായി, മധ്യപ്രദേശിൽ നാമമാത്രമായ വർധനവുണ്ടായി. അപ്പോൾ പൊതുവിൽ ഡിവൈഎഫ്ഐക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലും സ്വാധീനം കുറഞ്ഞ സംസ്ഥാനങ്ങളിലും ഒരുപോലെ സംഘടന വീണ്ടും വളരുന്നതിൻ്റെ ഒരു പ്രവണതയാണ് റിപ്പോർട്ടിൽ കാണാൻ കഴിയുക. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം ഈ കാലയളവിൽ ഉണ്ടായത് മോദിയുടെ ഗുജറാത്തിൽ ഡിവൈഎഫ്ഐ സമ്പൂർണ്ണ സംസ്ഥാന സമ്മേളനം നടത്തി സംസ്ഥാന ഘടകം നിലവിൽ വന്നു എന്നുള്ളതാണ്. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഗുജറാത്തിൽ ഡിവൈഎഫ്ഐ രൂപീകരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചില ഘട്ടങ്ങളിൽ സംഘാടക സമിതി ഉണ്ടാക്കി, എന്നാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ സമ്പൂർണ്ണമായിട്ട് തന്നെ സംസ്ഥാന സമ്മേളനം നടത്തി പൂർണ്ണ സംസ്ഥാന കമ്മിറ്റിയെ ഇപ്പോൾ ഗുജറാത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. ഇതും ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ്. അപ്പോൾ പൊതുവിൽ റിപ്പോർട്ട് കാണിക്കുന്നത് ഇടക്കാലത്തുണ്ടായിട്ടുള്ള തിരിച്ചടികളിൽ നിന്ന് സംഘടന അതിനെ അതിജീവിക്കുന്നു എന്ന ഒരു പ്രവണതയാണ് റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഡിവൈഎഫ്ഐയുടെ പ്രക്ഷോഭ സമരങ്ങൾ, അതിലെ പങ്കാളിത്തം, ഇതിലെല്ലാം ഗണ്യമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒട്ടേറെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ പലതിനും ഡിവൈഎഫ്ഐക്ക് വലിയ സ്വാധീനമുള്ള സംസ്ഥാനങ്ങൾക്ക് അപ്പുറവും ചലനമുണ്ടാക്കാൻ കഴിഞ്ഞു. ബീഫ് ഫെസ്റ്റിവൽ പോലുള്ളതാണ്. കേരളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് കേരളത്തിൽ മാത്രമാണ് നടന്നത്. അങ്ങനെയല്ല. കേരളത്തിന് പുറത്ത്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഈ ഗോസംരക്ഷണത്തിന്റെ പേരിലുള്ള ആക്രമണങ്ങൾ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഉത്തരേന്ത്യയിലെ റാഞ്ചി പോലുള്ള നഗരങ്ങളിൽ വലിയ പങ്കാളിത്തത്തോടു കൂടിയാണ് നടന്നത്. ബാംഗ്ലൂരിൽ ഗിരീഷ് കർണാട് ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആ സമരത്തിൽ, ഡിവൈഎഫ്ഐയുടെ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ. ശ്രീറാം സേന അത് തടയുമെന്ന് പ്രഖ്യാപിച്ച് അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർ ഡിവൈഎഫ്ഐ നടത്തിയത്. സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ നടത്തിയ നൈറ്റ് അസംബ്ലി, ഇരുട്ട് വീണാൽ പിന്നെ സ്ത്രീകൾ പുറത്തിറങ്ങാത്ത ഉത്തരേന്ത്യൻ നഗരങ്ങളിലെല്ലാം അതിന് വലിയ പ്രതികരണമാണ് ഉണ്ടായത്. ലക്നൌവിൽ, റാഞ്ചിയിൽ, ഗുവാഹട്ടിയിൽ, അതുപോലെ ഹരിയാനയിലെ പല നഗരങ്ങളിലും നല്ല പിന്തുണയാണ് അതിനുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രക്ഷോഭ സമരങ്ങളിലെ പങ്കാളിത്തം വർദ്ധിക്കുന്നു. മെമ്പർഷിപ്പിൽ ഇടക്കാലത്തുണ്ടായിട്ടുള്ള തിരിച്ചടി മറികടക്കുന്നു. സംഘടന അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കൂടുതൽ സജീവമാവുന്നതിന്റെ പ്രവണതകൾ റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്നു. അതോടൊപ്പം ഇപ്പോൾ സമ്മേളനത്തിൽ പോർച്ചുഗൽ, ഗ്രീസ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. സമരങ്ങളും ചെറുത്തുനിൽപ്പുകളുമായി ഡിവൈഎഫ്ഐ രാജ്യവ്യാപകമായി മുന്നോട്ട് പോവുകയാണെന്ന് എം പി രാജേഷ് എം പി. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. ലോ അക്കാദമി പ്രശ്നത്തിൽ എഡിഎമ്മിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തുന്നു. സമരക്കാരും മാനേജ്മെന്റും ചർച്ചയിൽ പങ്കെടുക്കുന്നു. വാർത്തയുടെ വിവരങ്ങളുമായി ജിതിൻ ചേരുകയാണ്. ജിതിൻ, ചർച്ച ആരംഭിച്ചോ? തീരുമാനങ്ങളായോ? കൂടുതൽ വിവരങ്ങൾ. ജോജറ്റ് 4:30 എഡിഎമ്മിന്റെ അധ്യക്ഷതയിൽ ലോ അക്കാദമി വിഷയം ചർച്ച ചെയ്യാനായുള്ള യോഗം ആരംഭിച്ചത്. നാരായണൻ നായരും ഒപ്പം വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സമരത്തെ തുടർന്നുണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് യോഗം എന്നാണ് ഔദ്യോഗിക വിശദീകരണം. എങ്കിലും സമരം തീരാവുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം ഇന്ന് രാവിലെ ലക്ഷ്മി നായർ രാജിക്കില്ല എന്ന് വീണ്ടും വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ യോഗത്തിലെടുക്കുന്ന നിലപാട് നിർണായകമാകും. ഒരുപക്ഷെ നേരത്തെ മാനേജ്മെന്റുമായി SFI നേതാക്കൾ നടത്തിയ ചർച്ചയിൽ SFIക്കാർക്ക് മാനേജ്മെന്റ് എഴുതി നൽകിയ ഉറപ്പുകൾ വീണ്ടും ഈ യോഗത്തിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ആവർത്തിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ലക്ഷ്മി നായരെ മാറ്റി നിർത്തി ഒപ്പം തന്നെ മറ്റ് വിദ്യാർത്ഥികളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടുള്ള നേരത്തെ മാനേജ്മെന്റ് നൽകിയ ഉറപ്പുകൾ വീണ്ടും ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് മുന്നിലും മാനേജ്മെന്റ് ആവർത്തിച്ചേക്കും. അതിന് വിദ്യാർത്ഥി സംഘടനകൾ വഴങ്ങാനുള്ള സാധ്യത കുറവാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ABVP ലക്ഷ്മി നായരുടെ രാജി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒപ്പം തന്നെ AISFന്റെ ആവശ്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ, വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ വീണ്ടും ചർച്ച നടത്തണം എന്നതാണ്. ഈ സാഹചര്യത്തിൽ ഇന്ന് യോഗം ഒരുപക്ഷെ ലക്ഷ്മി നായരുടെ രാജി ഇല്ലെങ്കിൽ ഇന്നും സമരം തുടരാനുള്ള സാധ്യത തന്നെയാണ്. ഈ ചർച്ചയും പരാജയപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും യോഗം 4:30 ആരംഭിച്ചിരിക്കുന്നു. യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ ഇന്ന് K മുരളീധരൻ കൂടി ലോ അക്കാദമിയിൽ സമരം ആരംഭിച്ച സാഹചര്യമുണ്ട്. ഇത് ആണ് ഈ സമരത്തെ തലത്തിലേക്ക് എത്തിക്കുന്നത്. ഒപ്പം BJP നേതാവ് VV രാജേഷിന്റെ സമരവും ലോ അക്കാദമിക്ക് മുന്നിൽ തുടരുകയാണ്. ചർച്ച ആരംഭിച്ചിരിക്കുന്നു. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ലോ അക്കാദമിക്ക് മുന്നിൽ ഇപ്പോൾ നടക്കുന്ന സമരം അനാവശ്യമെന്ന് ഡയറക്ടർ നാരായണൻ നായർ പറഞ്ഞു.
അവർക്ക് ആദ്യം ബോധ്യം തീരുമെന്നല്ലേ ഞാൻ വിചാരിച്ചത്. കാരണം സമരമില്ലാത്ത കോളേജല്ലേ, ഇത് ഒരു കാര്യമില്ല അതിൽ സമരം തുടങ്ങിയത്, ഒരു കാര്യമില്ല. കാരണം അക്ബർ കോളേജിൽ അതിനെ പ്രതിഷേധിക്കാൻ കൂടി ലോകത്തെ സ്ഥാനം കിട്ടിയില്ല, പ്രസംഗിക്കാൻ സമയം കിട്ടിയത് വളരെ മിക്കൊരു അവസരമാണ് വിളിച്ചത്. അപ്പോൾ അത് 2 ദിവസം കൂടെ തീരുമെന്ന് വിചാരിച്ചല്ലേ, അതുപോലെ പ്രതിനുള്ള ഫോഴ്സൊക്കെ കൂടെ കുറ്റിപ്പൊക്കിയിലേ ഇത്രയും ഉണ്ടാക്കിയത്. പിന്നെ ലോ അക്കാദമിയിൽ റവന്യൂ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ലോ അക്കാദമിയിലെ ഭൂമി സംബന്ധിച്ച് അന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന നടന്നത്. വിജിലൻസ് ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടറുടെയും തഹസീൽദാരുടെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന. നേരത്തെ VS അച്യുതാനന്ദന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭൂമി സംബന്ധിച്ച് അന്വേഷിക്കാൻ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ ഉത്തരവിട്ടിരുന്നു. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ലോ അക്കാദമി വിഷയത്തിൽ പ്രിൻസിപ്പലിന്റെ രാജി എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായി K മുരളീധരൻ MLA. SFIയെ മാത്രം വിളിച്ച് ചർച്ച നടത്തി ഒത്തുതീർപ്പാക്കിയത് അംഗീകരിക്കാനാകില്ലെന്നും അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചുകൊണ്ട് K മുരളീധരൻ വ്യക്തമാക്കി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മാനേജ്മെന്റുമായിട്ടുള്ള തർക്കം ഉണ്ടാകുമ്പോൾ എല്ലാവരും ചർച്ചയ്ക്ക് വിളിക്കണ്ട. ആദ്യം ബഹിഷ്കരിച്ചു പോയി എന്ന് വിചാരിച്ചിട്ട് ഒരു കൂട്ടരെ മാത്രം വിളിക്കുക. പിറ്റേന്ന് വീണ്ടും ചർച്ചയ്ക്ക് ഔപചാരികമായിട്ട് ക്ഷണിച്ചിട്ടില്ല. ക്ഷണിച്ചത് SFIനെ മാത്രം. ഒരു കരാറുണ്ടാക്കി എന്ന് ഒരു കൂട്ടർ വന്ന് വായിച്ചാൽ അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണോ ഇവിടെയുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ? അത് വിശ്വസിക്കാൻ തക്കവണ്ണം മൂഢന്മാരാണോ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ? ഏതായാലും ഒരു കാര്യമാണ് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നത്, ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ, ഇങ്ങനെ ആളുകളെ പറ്റിക്കാനാണ് മാനേജ്മെന്റ് ശ്രമമെങ്കിൽ ഇതിനെ അംഗീകരിച്ചു കൊടുക്കാൻ ഈ നാട്ടിലെ നാട്ടുകാർക്കും സാധ്യമല്ല, ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്കും സാധ്യമല്ല. മറ്റക്കര ടോംസ് കോളേജിന്റെ 2017-2018 വർഷത്തെ പ്രവേശനം റദ്ദാക്കി. തിരുവനന്തപുരത്ത് ചേർന്ന സാങ്കേതിക സർവകലാശാല എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. കോളേജിൽ അന്വേഷണത്തിന് നിയോഗിച്ച സർവകലാശാല ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്നും നിയമങ്ങൾ ലംഘിച്ചാണ് കോളേജ് നടത്തുന്നതെന്നും സാങ്കേതിക സർവകലാശാല ഉപസമിതി നടത്തിയ തെളിവെടുപ്പിൽ കണ്ടെത്തിയിരുന്നു. ടോംസ് കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ട്രാൻസ്ഫർ വേണ്ടവർക്ക് മറ്റു കോളേജുകളിലേക്ക് മാറാം. ഇതിന് ടോംസ് കോളേജിന്റെ NOC ആവശ്യമില്ല. സർവകലാശാല തന്നെ NOC നൽകും. ഈ വർഷം കോളേജിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടരാം. വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതി ഈ വർഷം അഫിലിയേഷൻ റദ്ദാക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ AICTEയുമായി ആലോചിച്ച് തീരുമാനിക്കും. അതേസമയം കോളേജിന്റെ അഫിലിയേഷൻ പുതുക്കേണ്ടെന്ന് എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചാലും അഫിലിയേഷൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് AICTEക്ക് അപേക്ഷ നൽകിയാൽ കോളേജിന് അടുത്ത വർഷവും പുതിയ ബാച്ചിന് പ്രവേശനം നൽകാനാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സിറ്റി കേബിൾ കേരള ഹെഡും സെയിൽസ് ആൻഡ് ഓപ്പറേഷൻസ് AGMുമായ S ഹരികുമാർ നിര്യാതനായി. 49 വയസ്സായിരുന്നു. മുൻ സ്റ്റേറ്റ് ഡ്രഗ് കൺട്രോൾ CG സുകുമാരൻ നായരുടെ മകനാണ്. മിനിയാണ് ഭാര്യ. ഗോവിന്ദ്, മാധവ് എന്നിവർ മക്കളാണ്. തിരുവനന്തപുരത്ത് മകൻ അമ്മയെ കുത്തി. 35 വയസ്സുള്ള അമ്മ ദീപയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ദീപ അപകടനില തരണം ചെയ്തതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. +2 വിദ്യാർത്ഥിയായ മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത്. 35 വയസ്സുള്ള ദീപയെ +2 വിദ്യാർത്ഥിയായ മകനാണ് കയ്യിലുണ്ടായിരുന്ന കോമ്പസ് വെച്ച് കുത്തിയത്. ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് കുത്തിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. അവര് തമ്മിൽ സംസാരിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഈ അമ്മയും മോനും ഇവിടെ നിന്ന് സംസാരിച്ചു. അപ്പം സംസാരിക്കണേൽ കയർപ്പുണ്ടായിരുന്നത് കണ്ടുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ഇവിടെ നിൽക്കുകയായിരുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കയർപ്പ് കണ്ടപ്പോൾ എനിക്ക് നിന്ന നിപ്പിൽ തന്നെ ഇതെടുത്ത് കോമ്പസ് എടുത്ത് ഒരൊറ്റ കുത്ത്. ദീപയെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദീപ അപകടനില തരണം ചെയ്തതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. തിരുവനന്തപുരം പുളിയറക്കോണം സ്വദേശികളാണ് അമ്മയും മകനും. മകനെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു. മകൻ ലഹരിക്കടിമയാണെന്നും മാനസികാസ്വാസ്ഥ്യമുള്ളതായും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാശ്രയ കോളേജുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വൈസ് ചാൻസലർമാരുടെ യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഷീജ ചേർന്നു. ഷീജ, കൂടുതൽ വിവരങ്ങൾ. ജോർജറ്റ്, സ്വാശ്രയ കോളേജുകളുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഈ രീതിയിൽ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. 9 സർവകലാശാല VCമാരാണ് പങ്കെടുക്കുന്നത് യോഗത്തിൽ. അതിനു പുറമെ 4 മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും നിർണായക തീരുമാനങ്ങൾ ഇന്നത്തെ ഈ യോഗത്തിൽ കൈക്കൊള്ളും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പാമ്പാടി നെഹ്റു കോളേജ് മുതൽ തിരുവനന്തപുരം ലോ കോളേജ് വരെ, ലോ അക്കാദമി വരെ വലിയ തോതിൽ വിദ്യാർത്ഥി പീഡനം സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. വലിയ തോതിൽ വിദ്യാർത്ഥികളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഏത് രീതിയിൽ സ്വാശ്രയ കോളേജുകളെ നിയന്ത്രിക്കാം എന്നുള്ള വിഷയത്തിൽ എല്ലാ VCമാരിൽ നിന്നും അഭിപ്രായങ്ങൾ ഇന്നത്തെ ഈ യോഗത്തിൽ ശേഖരിക്കുന്നതായിരിക്കും. ഏതായാലും യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വളരെ നന്ദി ഷീജ.